ഇന്ത്യക്കായി ഏഷ്യൻ കപ്പിലടക്കം കളിച്ച് ഇന്ത്യൻ ഫുട്ബോളിന് വലിയ സംഭാവനകൾ നൽകി വിരമിച്ച മലയാളി പ്രതിരോധ താരം അനസ് എടത്തൊടിക ഫുട്ബോളിൽ ഇപ്പോഴും സജീവമാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ താരമായ അനസ് എടത്തൊടിക ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ടാണ് ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത്. ഒരു ഓട്ടോ തൊഴിലാളിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന അനസ് എടത്തൊടിക പിന്നീടാണ് ഇന്ത്യൻ ഫുട്ബോളിലെ വലിയ വാതായനങ്ങൾ വെട്ടിത്തുറന്നത്. എന്നാൽ അദ്ദേഹം ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു കാര്യമുണ്ട്. ഒരു സ്ട്രൈക്കറായിരുന്ന അനസ് എടത്തൊടിക എങ്ങനെ ഒരു ഡിഫൻഡറായെന്ന്. അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ വഴിത്തിരിവായ സംഭവം അദ്ദേഹം തുറന്നു പറഞ്ഞത്. അണ്ടർ 19 വരെ ഫുട്ബോളിൽ സ്ട്രൈക്കർമാരുടെ റോളിൽ കളിച്ചിരുന്ന അനസ് എടത്തൊടിക 2006 നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ സോണിലാണ് ആദ്യമായി ഡിഫൻഡറായി കളത്തിലിറങ്ങുന്നത്. 2006 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ സോൺ നടക്കുന്ന സമയം മഞ്ചേരി NSS കോളേജിൻ്റെ താരമായ അനസ് എടത്തൊടിക മത്സരത്തിൻ്റെ പ്ലേയിങ് 11-ൽ ഇല്ലായിരുന്നു. എന്നാൽ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി കളത്തിലിറങ്ങേണ്ടി വന്ന താരം കളിക്കേണ്ടി വന്ന പൊസിഷനാകട്ടെ ഡിഫൻസിലും. എന്നാൽ അന്ന് ആ റോൾ ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞ അനസ് എടത്തൊടികയുടെ ഫുട്ബോൾ കരിയറിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു അത്. പിന്നീട് 2007 ഒരു ഡിഫൻഡറായിക്കൊണ്ട് തന്നെ മുംബൈ FC-യുടെ ട്രയൽസിൽ പങ്കെടുക്കാനായി മുംബൈയിലേക്കുള്ള യാത്രയാണ് തൻ്റെ കരിയർ മാറ്റിമറിച്ചതെന്നാണ് താരം പറയുന്നത്. അന്ന് കഷ്ടപ്പാടുകൾ ഏറെ സഹിച്ചെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നും താരം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം എത്തിയ അനസ് എടത്തൊടിക വരും സീസണിൽ ടീമിനൊപ്പം ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്.